ത്രീ പീസ് സെറ്റിൻ്റെ ഒരു കളക്ഷനാണ്. കോളർ നെക്കോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലുമാണ്. നല്ല ക്വാളിറ്റിയിലുള്ള സെറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. കാരണം ഇത് ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയവർ തന്നെ എന്നോട് റിപ്പീറ്റ് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല കംഫർട്ടബിളാണ്, ഇടാനും നല്ല മെറ്റീരിയലും ആണെന്ന് എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ഐറ്റം ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 4 കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. തന്നിരിക്കുന്നത് ഇതേപോലെ കോട്ടണിൽ ഇതിൻ്റെ ബോഡിയിൽ കണ്ടോ, ഇതേപോലെ നല്ലൊരു ആരി വർക്ക് പാറ്റേൺ, നല്ല തിക്കായിട്ടുള്ള ഒരു ആരി വർക്ക് പാറ്റേൺ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സെറ്റ് വിത്ത് കോളർ നെക്കോട് കൂടിയിട്ടാണ്. ഇത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്ട്രൈപ്സ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. 1950 ആണ്. മീഡിയം ടു XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ, ഇങ്ങനെ അജ്രക് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട. അതേപോലെ പാൻറ്റ് വരുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. ഇത് നമ്മുടെ നോർമൽ പാൻറ്റാട്ടോ, പലാസോ പാൻറ്റ് അല്ല, നോർമലായിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന പാൻറ്റ്. നല്ല സെറ്റാട്ടോ, നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല സെറ്റുകളാണ്. ഞാൻ പിന്നെ വാഷ് ചെയ്യാമെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യരുത്. ക്ലോത്ത്സ് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂ ഉപയോഗിച്ച് എല്ലാ ക്ലോത്ത്സും വാഷ് ചെയ്യുക. ഇതാണ് മെറൂൺ കളറ്. കാരണം നമുക്കിപ്പോൾ ആരും കളർ ഗ്യാരണ്ടി ഒന്നും ആരും തരില്ല, ഒരു മാനുഫാക്ചററും നമുക്ക് കളർ ഗ്യാരണ്ടി ഒന്നും തരില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത്സ് എപ്പോഴും നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. സോപ്പ് പൗഡറിലൊക്കെ കൊണ്ട് മുക്കി വെച്ച് അങ്ങനെയൊക്കെ വെച്ചാലൊക്കെ ഇത് എല്ലാ ഫാബ്രിക്സിൻ്റെ, ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് എടുക്കുന്നതല്ല, എല്ലായിടത്തുനിന്നും എടുക്കുന്നതാണേലും ഫാബ്രിക്സൊക്കെ ഇത് വരും. ഷാമ്പൂല് വാഷ് ചെയ്യുക, ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂല് വാഷ് ചെയ്യുക. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അടുത്തുനിന്ന് മാത്രം എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അല്ല, കോമൺ ആയിട്ടൊരു ജനറൽ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവെൻറ്റിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ, നേവി ബ്ലൂ ഷെയ്ഡ്. മീഡിയം ടു XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിൽ മാത്രമാണ് ഈ വർക്ക് വരുന്നത്. ദുപ്പട്ട വലിയ ദുപ്പട്ട ആദ്യത്തെ ഞാൻ വിടുത്തി കാണിച്ചായിരുന്നല്ലോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, നല്ല കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട, കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന പാൻറ്റും. നമ്മുടെ അടുത്തുനിന്ന് ഈ കോട്ടൺ കുർത്തീസ് എടുക്കുന്നവർ എപ്പോഴും വന്ന് പറയാറുണ്ട്, പിന്നെ വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ഉപയോഗിക്കാനായിട്ട്, ആർക്ക് വേണേലും റെക്കമെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്. ഞാൻ പിന്നെ കുർത്തീസ് അധികം വീഡിയോയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡ്, എൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ്. 1950 റേറ്റ് വരുന്നത്. ഇതൊക്കെ 1950 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ കൊടുക്കണം, 600 രൂപ 700 രൂപയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ റേറ്റിന് കിട്ടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ. ഒരു വൈറ്റ്, പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന ഒരു സ്ലൈറ്റ് ഓഫ് വൈറ്റ് അല്ലേ, ഭയങ്കര ഉജാല വൈറ്റ് എന്നുള്ള കളറല്ല കേട്ടോ, നമ്മുടെ ആ വൈറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വൈറ്റ് ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെപ്പറേറ്റ് ആട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. കോട്ടണിൽ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റ് പാറ്റേണിലാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പോൾ ഇതേപോലെ വൈറ്റിൽ തന്നെ വരുന്ന ബോട്ടം. ഇത് കോട്ടണാ അല്ലേ, കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 പീസ് സെറ്റിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.